പ്രശ്നമെന്ന് വെച്ചാൽ മൊത്തം കെണിഞ്ഞു പോയി കേട്ടോ. മുന്നിലേക്കുള്ള വണ്ടി ബ്ലോക്ക്, നമ്മുടെ ബേക്കിൽ വണ്ടി ഇട്ടിട്ടുണ്ട്, എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയല്ലേ ദൈവമേ. ഹായ്, എന്നാണ്ട് സുഖമല്ലേ? അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട്. 99ാമത്തെ നമ്പർ റോഡ് കണ്ടോ കിടക്കുന്ന, നീണ്ട് നിവർന്ന് 4 ട്രാക്കാണ് കേട്ടോ. എല്ലാവരും പറപ്പിൽ വരാം. ഇതിൽ ട്രക്കിന് ഒരു 150 കിലോമീറ്റർ സ്പീഡ് ഉണ്ടെങ്കിലും പോകാൻ പറ്റും, കുഴപ്പമില്ല. വെറുതെ പറഞ്ഞ കേട്ടോ, അത്രയ്ക്ക് നല്ല റോഡാണ്. തൊട്ടിപ്പുറത്ത് ഈ സൈഡിലാണ് മ്യൂണിക്ക് എന്ന് പറഞ്ഞ വമ്പൻ ടൗണുള്ളത്. അതിനകത്ത് കയറിയാൽ തെണ്ടിപ്പോവും. അപ്പം ഇത് ഔട്ടർ റോഡ് വിടുന്നതാണ്. അടിപൊളി റോഡല്ലേ. ചില സമയങ്ങളിൽ ഈ ട്രാക്കിലും വിടും കേട്ടോ വണ്ടി. ചില സമയങ്ങളിൽ ഇത് ഇൻഡു ഇട്ട് വെച്ചിരിക്കുന്ന സംഭവം കണ്ടോ. അപ്പം പിന്നെ അതിലേ പോകാൻ പറ്റില്ല. പച്ച ആരോ വരുമ്പോൾ വണ്ടി അതിൽ പോവാം. ഇതാ കംപ്ലൈൻ്റ് ആയി കിടക്കുന്ന വണ്ടി, ടയർ പൊട്ടി വന്നു കേട്ടോ. ഈ ഭാഗം ഭയങ്കര ടയർ പൊട്ടി കിടക്കുന്ന ഈ ഭാഗം ടയർ പൊട്ട് കുറച്ച് കൂടുതലാണ്. 29ൽ നിന്ന് ഇറങ്ങി 8ാം നമ്പർ റോഡിലേക്ക് കയറുക. കഴിഞ്ഞു. ഇനി വലിയ റോഡാണ് കേട്ടോ. 8ാം നമ്പർ രണ്ടും കൽപ്പിച്ച് മുട്ടിക്കുക കേട്ടോ, മുട്ടിച്ചോടുക. എന്നാലേ ഓടി കയറുള്ളൂ, ഇല്ലേ ഓടി കയറൂല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് പോവുക. ഞാനിവിടെ പാർക്കിംഗ് എടുത്ത് ഫോണിൽ വെച്ചിട്ടുണ്ട്. അവിടെ വലിയ പാർക്കിങ്ങാണ്. അപ്പോൾ അത് കിട്ടാണ്ടിരിക്കില്ല. ഇനി ആപ്പാടെ 26 മിനിറ്റ് നമുക്ക് ഓടാനുള്ളൂ കേട്ടോ. ചവിട്ട് പിടിക്കും. ഓസ്ട്രിയാൻ്റെ ബോർഡറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഓസ്ട്രിയയിലെ ബോർഡറിലേക്ക്. ഡീസൽ അടിക്കേണ്ട പമ്പിലേക്ക് 52 കിലോമീറ്റർ. നാളെ രാവിലെ 5 മണിക്കാണ് പോകാൻ പറ്റുള്ളൂ. എന്ത് അടിപൊളി സ്ഥലമെന്ന് നോക്കി, എന്താ അടിപൊളി സ്ഥലം. ഒരു രക്ഷയില്ല കേട്ടോ, കിടില സ്ഥലം. ഭയങ്കര വ്യൂ കേട്ടോ. ഇവിടെ ഈ ഓസ്ട്രിയ ഭാഗത്തേക്ക് കയറുമ്പോൾ ഒക്കെയാണ് വ്യൂ വരുന്നത്. മൊത്തത്തിൽ നല്ല കാണാൻ നല്ല സുന്ദര സ്ഥലങ്ങളാണ് കേട്ടോ. മറ്റേ മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടിയുള്ള ഷെഡാക്കി വെച്ചിട്ടാണ്, വെടിവെക്കാൻ വേണ്ടി. ദൈവം നമുക്ക് പാർക്കിങ് തരും കേട്ടോ, പാർക്കിങ് തരാണ്ടിരിക്കൂല. പറപ്പിക്കൽ തന്നെ, അല്ലാണ്ട് വേറെ വഴിയില്ല. നാളെ ഓട്ടം കുറഞ്ഞു കിട്ടും. നാളെ 10 മണിക്കൂർ എടുത്ത് ഏകദേശം തിങ്കളാഴ്ച നമുക്ക് അവിടെ ലോഡ് എടുക്കുന്ന ലൊക്കേഷൻ കയറും. അല്ല, തിങ്കളാഴ്ചയല്ല, വ്യാഴാഴ്ച ലോഡ് ഇറക്കാൻ പറ്റും പറയുന്ന സമയത്ത്. ഇല്ലെങ്കിൽ ചിലപ്പം കുറച്ച് ഡിലേ ആകാൻ സാധ്യതയുണ്ട്. ആ മുമ്പിൽ കാണുന്നത് ഓസ്ട്രിയാണ് കേട്ടോ. ഓസ്ട്രിയൻ്റെ മലനിരകളാണ് മൊത്തം കാണുന്നത്. അടിപൊളി സ്ഥലം. ഓസ്ട്രിയ ബ്യൂട്ടിയാണ് കേട്ടോ. എന്താ വെയിലൊക്കെ വന്നിട്ട് കണ്ടോ, എന്താ രസമെന്ന് നോക്കിയ സ്ഥലം കാണാൻ. അടിപൊളി. ഇവിടെ ഒരു WC ഉണ്ട്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ കിടന്നിട്ടുണ്ട്. WC ഒക്കെ ഫുള്ളാണ്. നമ്മൾ മുട്ടിയിരുന്ന ആൾക്കാർ, അതുകൊണ്ട് കണ്ട WC എല്ലാം ഫുള്ളാണ്. കട്ടൊക്കെ വണ്ടി വെച്ചിരിക്കുന്നത്. ഇതിങ്ങോട്ട് കയറിയിട്ട് ഓസ്ട്രിയയിൽ നിന്ന് കയറി വരുന്ന വണ്ടികളാണ്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പോകുന്ന പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ പാർക്കിംഗ്. നമ്മൾ ഫോണിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മോശമാക്കൂല, കിട്ടും. ഇവിടെയാണ് SOS ഒന്നും ഇല്ലാന്നായിരുന്നു. പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. പാർക്കിംഗ് ഉണ്ട് കേട്ടോ, ഇല്ല കുഴപ്പമൊന്നുമില്ല, ഉണ്ട്. ഇതിനകത്ത് ഞാൻ കുത്തി കയറ്റി. ഞാൻ ഇപ്പോൾ കറക്കി എടുത്ത് കയറ്റും കണ്ടോ. ഇറക്കിയെടുത്ത് കയറണം. കുറച്ച് അപ്പുറത്ത് പോകണം വേണ്ടി, എന്നാലേ കിട്ടുള്ളൂ. താക്കോലം സമയം ഏകദേശം പുകയായി. നമ്മൾ യൂറോപ്പിൽ വണ്ടി ഓടിപ്പിക്കുകയോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഉത്തരം കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇനി ഓടാനുള്ളത് 9 മിനിറ്റാണ്. നമുക്ക് ഇന്നത്തെ ദിവസം ഓടാനുള്ളത് 9 hour റെസ്റ്റ് കണ്ടു വരുന്നത്. നമ്മൾ ഇന്ന് ഓടിയ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 787 കിലോമീറ്റർ. 9 മണിക്കൂർ 51 മിനിറ്റ് ഇന്നത്തെ ദിവസത്തെ ഡ്യൂട്ടി എടുത്തു കേട്ടോ. ഇതേപോലെ മുട്ടിച്ച് ഓടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും. നമ്മൾ മാക്സിമം മുട്ടിച്ചാണ് ഇന്ന് വന്നത്. അത് റോഡ് പോലെ ഇരിക്കും. നമ്മൾ ഹാംബർഗ് ഭാഗത്തും ലോഡ് കയറ്റിയിട്ടാണ് വരുന്നത്. ഹാംബർഗിൽ നിന്ന് 9ാം നമ്പർ റോഡ് മൊത്തം ഇറക്കം, നമ്മുടെ ലോഡ് ലൈറ്റ് ലോഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 99 റോട്ടിൽ വന്ന് കയറി. മുഞ്ചൻ സൈഡിൽ നിന്ന് 99ൽ കയറി. അത് കഴിഞ്ഞിട്ട് 99 അടിപൊളിയായിരുന്നു, എവിടെയും ബ്ലോക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് 93 ഇപ്പോൾ വന്ന് കയറി. അല്ല, അത് കഴിഞ്ഞിട്ട് 8ാം നമ്പർ വന്ന് കയറി. അതും ബ്ലോക്കില്ലായിരുന്നു, അടിപൊളി റോഡായിരുന്നു. ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അടിപൊളിയായിട്ട് വരാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് 93 കയറി, അടിപൊളിയായിട്ട് വരാൻ പറ്റി. നമുക്ക് ഈ പാർക്കിംഗ് നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഫോണിൽ ലൊക്കേഷൻ എടുത്ത് വെച്ചു. ഇതിനകത്ത് നമ്മൾ ലവ് ആക്കി വെക്കും കേട്ടോ ലൊക്കേഷൻ. ഏതാണ്ടോ ഇതേപോലെ നമ്മൾ
ഇതിൽ ടച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഉപയോഗിക്കുക ഇതേപോലെ. ഇത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഇതേപോലെ ആക്കി വെക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പാർക്കിങ് നമ്മൾ ഇതേപോലെ ലവ് ഇട്ട് വെക്കണ്ട, ഫേവറേറ്റ് ലിസ്റ്റിൽ ഇട്ട് വെക്കും. ഇതുണ്ടോ, ഇത് പാർക്കിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി കൊണ്ട് വരുന്നത് കേട്ടോ. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി മുട്ടിച്ചോടുന്നത്. എല്ലായിടത്തും നമ്മൾ പോയ സ്ഥലങ്ങൾ, പാർക്കിങ്, കുളിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം യൂറോപ്പിലെ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ജർമ്മനിയാണ്. ഇപ്പോൾ നമ്മളുള്ള ജർമ്മനി ബോർഡർ കണ്ടോ, ഇത് ബോർഡർ ലൈനാണ് ഈ പോകുന്നത്. ഇത് നേരെ പോയി ഓസ്ട്രിയ ആണ് കേട്ടോ. ഇത് സ്വിറ്റ്സർലൻഡ് കയറില്ല, ഓസ്ട്രിയ നമ്മൾ കയറി നേരെ ഇറ്റലി ചാടും. ഇറ്റലി ഇവിടത്തേക്കാണ് വണ്ടി പോകുന്നത് കണ്ടോ, ഈ മൂലയ്ക്ക് ബാരി കണ്ടോ, ഇവിടത്തേക്കാണ് വണ്ടി പോകുന്നത്. ഇറ്റലി ബാരി കേട്ടോ. നാളത്തെ രാവിലെ ഇറക്കേണ്ടതാണ്. എന്താ ഈ മൂലയ്ക്ക് എത്തും നമ്മൾ ലോഡ് എടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഹാംബർഗ്. അത് ഇവിടുന്നാണ്, ഇത് ഈ സ്ഥലത്തു നിന്നാണ് നമ്മൾ ലോഡ് എടുത്തിട്ട് വരുന്നത്, ഹാംബർഗ്. ഈ ഹാംബർഗിൽ നിന്ന് ലോഡ് എടുത്ത് നമ്മളിന്ന് മൊത്തം കറങ്ങി ഇവിടെ എത്തി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ അപ്പോൾ 787 കിലോമീറ്റർ. കുറച്ച് ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെ നെഗറ്റീവ് പറയല്ലേ ഇതൊക്കെ പറയുന്നത് നമ്മളുള്ള കാര്യങ്ങളാണ് പറയുന്നത്, നമ്മളെ വണ്ടി ഓടിയ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇവിടെ. അപ്പോൾ അത് നെഗറ്റീവായിട്ട് ഒരിക്കലും എടുക്കരുത്. നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നത് എന്തൊക്കെയോ സത്യമുണ്ടെന്ന് കുറേ പേർക്ക് അറിയാം. പക്ഷെ എന്നാലും അവർ കോട്ട കെട്ടി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമോ എന്നൊരു പേടി, അതായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞ്, കത്തിക്കലും പരിപാടിയും കഴിഞ്ഞു. ഞാൻ ഇതേപോലെ അത്യാവശ്യം ഓടി കയറി കേട്ടോ ഇപ്രാവശ്യത്തെ കിലോമീറ്റർ. ഞാൻ ഇതിന് മുന്നേ ഒരു 790 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. പക്ഷേ അത് ഇറ്റലി ആയിരുന്നു, ഇറ്റലി A1 റൂട്ടിൽ. എന്നിട്ട് ഞാൻ 2 മിനിറ്റ് ഉള്ളപ്പോൾ കൊണ്ട് SOSൽ വെക്കുമായത് വണ്ടി. ഇത് ആ സമയത്ത് ഇതുപോലെ വണ്ടി ഓടി കയറില്ല. അതുകൊണ്ട് നമ്മൾ ഇറ്റലി ഓടുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുക, SOS രണ്ടും കൽപ്പിച്ച് ഓടും കേട്ടോ. അതങ്ങനെയാണ്. ഇറ്റലിയിൽ അടിക്കടിക്ക് SOS ഉണ്ടാവും. പിന്നെ നമ്മൾ ഇവിടെയുണ്ട് 8-ാം നമ്പർ റൂട്ടിലും SOSകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, റെസ്റ്റ് എടുക്കാം, ഒരു വിഷയമില്ല. നമ്മളെ രാവിലെ എണീറ്റു, പക്ഷേ എന്നാ പ്രശ്നമെന്ന് വെച്ചാൽ മൊത്തം കെണിഞ്ഞു പോയി കേട്ടോ. ഇതുകൊണ്ട് ഇതിൻ്റെ മുന്നിലേക്കുള്ള വണ്ടി ബ്ലോക്ക്. നമ്മുടെ ബേക്കിൽ വണ്ടി ഇട്ടിട്ടുണ്ട്, എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇന്നത്തെ പ്ലാനിങ് ഒക്കെ മിക്കവാറും തെറ്റാൻ സാധ്യതയുണ്ട്. ഈ ഉറങ്ങിക്കിടക്കുന്ന ഈ ചങ്ങനെ ഞാനങ്ങനെ വിളിച്ചെണീപ്പിക്കും ഇനി. വേണ്ട, ഇവിടെ വണ്ടി ഇട്ട് ഇവിടെ വണ്ടി ഇടും കേട്ടോ. എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനും കൊണ്ടുവന്നിട്ട് ഇതേപോലെ ബ്ലോക്കാക്കി ഇട്ട വണ്ടി അല്ല, ഫുള്ള് വണ്ടിയാണ്. ഇവിടെയും വണ്ടി ഇതാണ്, അങ്ങോട്ട് വണ്ടി പോലുമില്ല, അതേപോലെ ബ്ലോക്കായി കിടക്കുക. ഏകദേശം നമ്മളെ കാര്യം തീരുമാനമായി കേട്ടോ. എന്താ ചെയ്യുക, നമ്മുടെ വണ്ടി കണ്ടോ ഇവിടെ കിടക്കുന്നത്. ഇത് കെണിഞ്ഞ് ഇതാ അതിൻ്റെ മുമ്പത്തെ വണ്ടി ഇനി പോയാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അവനാണെങ്കിൽ എണീറ്റതായിട്ട് പോലും അറിയില്ല, ഒരു ലൈറ്റ് പോലും കാണാനില്ല. അപ്പുറം ഇപ്പുറമൊക്കെ വണ്ടി സ്റ്റാർട്ടായി. ഓസ്ട്രിയ ബാന ഏകദേശം കഴിയാൻ പോകും, 5 മണിയായി. നമുക്കത് ബിഗിനിങ് എൻട്രി അടിക്കുമായിരുന്നു. പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വണ്ടി കിടക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് നമ്മൾ ബിഗിനിങ് എൻട്രി അടിക്കാത്ത കേട്ടോ. അതിൻ്റെ മുന്നത്തെ വണ്ടി പോയി, ഇവൻ എണീറ്റിട്ടുമില്ല, എണീറ്റില്ല, കറക്റ്റായിട്ട് ഇടിക്കുക. അതുകൊണ്ട് ഇവർ പോയാൽ മാത്രമേ നമുക്കിനിയും പോകത്തുള്ളൂ. പെട്ടമ്പാന ചെറിയ തോതിൽ പെട്ട് കേട്ടോ. കുഴപ്പമില്ല, ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എല്ലാവരും പോയതിന് ശേഷം പതുക്കെ പോവാം. ഉറക്കമായതുകൊണ്ട് വിളിച്ചെണിപ്പിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ടാണ്. എല്ലാവരും പോകാനുള്ള കർത്താവേ, നമ്മൾ പെട്ടല്ല. അപ്പുറത്തെ ലൈനിൽ അവരൊക്കെ വണ്ടി സ്റ്റാർട്ടിങ് കിട്ടുന്നുണ്ടോ. ഇവർ എണീക്കുന്നില്ലേമോ, ബേക്കത്തോനും എണീക്കുന്നില്ലെന്ന് തോന്നുന്നു. ബേക്കത്തോനും അറിയില്ല, അവൻ കുറച്ച് താമസിച്ചാൽ കൊണ്ടുവെക്കാൻ സാധ്യത. കാരണം ഇന്നലെ ഇവരൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് താമസിച്ച്. ഇന്നലെ ഇവിടെ ട്രാക്ക് ഉണ്ടായിട്ട് ഞാൻ വെച്ചില്ല, അവിടെ അച്ഛാൽ മതിയായിരുന്നു. വണ്ടി സ്റ്റാർട്ടിങ് ഇട്ടിട്ടോ. ഒരുത്തനം അവിടെ കിടന്ന് മുക്കറ ഇടുന്നുണ്ട്, വണ്ടി ബാക്കോട്ടും മുമ്പോട്ടും വെക്കാൻ വേണ്ടി. ആ വണ്ടിക്കകത്തൊരു പെണ്ണുണ്ട് കേട്ടോ. ഇവർ ഫുള്ള് ഇതിൻ്റെ ആൾക്കാരാണ്, കറക്കക്കാരാ, ഉക്രൈൻസാണ്. അതവന് ഉള്ളി കയറ്റി, ഞാൻ ചാർജ് കുത്തിയിട്ടുള്ളതാ. അപ്പോൾ നമ്മുടെ മുമ്പിലത്തെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അവനെ
കർട്ടൻ മാറ്റിയ സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു 5 minutes എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വിഷയമില്ല, നമ്മൾ ശല്യപ്പെടുത്തൂല കേട്ടോ. സമയം ഇല്ലെങ്കിൽ പോലും നമ്മൾ ബേക്കിലുള്ളവരെ എണീപ്പിച്ച് വിടാൻ വേണ്ടി നമ്മൾ നോക്കാറില്ല. പുറത്തൊക്കെ വണ്ടി കിടപ്പുണ്ട്, ആരും പോകുന്നില്ല. കട്ടിങ്ങിന് മേലെ കയറി വണ്ടി കണ്ട താഴോട്ട് വീണു. എല്ലാവരും പോയല്ലോ കർത്താവേ, ഇവന്മാരൊക്കെ പോയി, ഇനി അവിടെ ബ്ലോക്കിൽ കിടക്കും. ഈ കിടക്കുന്ന വണ്ടിയിൽ മലയാളിയാണ് കേട്ടോ. അവനിപ്പം വണ്ടീൻ്റെ ബേക്കിലൊക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. എവിടുത്തെ വണ്ടിയാണെന്ന് അറിയത്തില്ല. ഇത് ആശാൻ പോവാന്ന് തോന്നല. പുള്ളി ഇങ്ങനെ ബേക്കോട്ട് വന്ന് നോക്കുന്നുണ്ട്. ടയറെല്ലാം വെച്ചിരിക്കുന്നുണ്ടോ? ടയർ സ്റ്റഡി ആയിട്ടല്ല വെച്ചിരിക്കുന്നത്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പമോ? ഇവിടുത്തെ ആളുകളെല്ലാം ശ്രദ്ധിക്കും അതൊക്കെ. സ്റ്റഡി ആയിട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഇതാ ചങ്ങായി പോയി, ഉഷാറാക്കില്ല ചങ്ങായി. നമ്മൾ സ്റ്റാർട്ടാക്കണം, ഒന്നും നോക്കിയില്ല, ടൈമില്ല. ഈ പുഴേൻ്റെ സെൻറ്ററിൽ കൂടെയാണ് ബോർഡർ. ജർമ്മനി കഴിഞ്ഞ് ഓസ്ട്രിയ കയറി. ഒരു അത്രേ ഉള്ളൂ കേട്ടോ, തൊട്ടടുത്താണ് കിടക്കുന്നത്. നമ്മൾ ഇന്നലെ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ബിഗിനിങ് കൺട്രി അടിച്ച് വീണ്ടും എൻ്റെ കൺട്രി അടിക്കണമെന്ന് ഓർത്തിട്ടാണ്. ഓസ്ട്രിയ കയറുമ്പോൾ ഇങ്ങനത്തെ കുറേ ബോർഡുകളൊക്കെ കാണാം, അതാണ് രസം. 60 കിലോമീറ്റർ സ്പീഡ്, 60ൻ്റെ മേലെ പോയാൽ ക്യാമറ ഉണ്ട്, അടിക്കും, ഉറപ്പായിട്ടും അടിക്കും. ഓസ്ട്രിയ കയറി. ഇനി ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട്, ഇവിടെ റോട്ടിൽ തന്നെ വെച്ച് അടിക്കും കേട്ടോ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ ഇട്ട് എല്ലാവരും അടിക്കും, നമ്മളും അടിക്കും ബിഗിനിങ് കൺട്രി. എന്നിട്ട് വണ്ടി കണ്ടോ ഫുള്ളായി ഓസ്ട്രിയ. രാവിലെ 5 മണിയാകുമ്പോഴത്തേക്കും എല്ലാ വൃത്തിയിട്ടന്മാരും എടുത്തിറക്കും എന്നെ പോലത്തെ. അത് ഒച്ച കേട്ടോ കേട്ടോ, അത് ഇതിൻ്റെയാണ്. ഇവിടെ വെച്ച് ബിഗിനിങ് കൺട്രി അടിക്കും. ഇന്നിപ്പോൾ ആരെയും കാണാനില്ലല്ലോ അടിക്കുന്നത്, അല്ലെങ്കിൽ ഒത്തിരി പേരുണ്ടാകലുണ്ട്. ഇത് SOS ആണ് കേട്ടോ. ബിഗിനിങ് കൺട്രി അടിച്ച് നമ്മൾ പോയി. ഇപ്രാവശ്യം ആരും അടിക്കാൻ നിർത്തുന്നില്ല. എല്ലാവരും ഇവിടെ ഈ മൂലയ്ക്ക് കിടന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവിടുന്ന് തന്നെ മിക്കവാറും ബിഗിനിങ് കൺട്രി അടിച്ചിട്ടായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ അവർ ഇന്നലെ അവിടുന്ന് ബിഗിനിങ് കൺട്രി അടിച്ചതിന് ശേഷം എൻഡ് കൺട്രി അവിടെ തന്നെ അടിച്ചിട്ടുണ്ടാവും. അതായിരിക്കും കേട്ടോ. നമ്മളെ ഡീസലൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു കോഫി കിട്ടും, നമുക്കിഷ്ടത്തിന് അവിടെ പോയി എടുക്കാം. അതേപോലെ ഒരു ബർഗർ കേട്ടോ. ബർഗർ പോലത്തെ ഒരു സാധനം കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആസ്ട്രിയ ഉണ്ട്, ആസ്ട്രിയയിലെ ബർഗർ പമ്പിലുണ്ട്. എന്ത് രസം നോക്കിയേ, അടിപൊളി സ്ഥലമല്ലേ. വിൻ്ററിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇൻസ്റ്റാ 360 ബേസിൽ എത്തിയിട്ടുണ്ട്. അപ്പം സാധനം വന്നു. ഈ അടുത്ത ട്രിപ്പിന് പോകുമ്പോൾ അടുത്ത 15-ാം തീയതിൻ്റെ ഉള്ളിൽ ഞാൻ പോകും കേട്ടോ ബേസിലേക്ക്. എന്താണേലും അടുത്ത മാസം 15-ന് ഞാൻ പോകും. അപ്പോൾ പോയി എടുത്തിട്ട് വരാം. നമ്മളിപ്പോൾ ഇറ്റലി കയറി കേട്ടോ. ഇറ്റലി ഇപ്പോൾ കയറിയുള്ളൂ. ഈ പാലത്തിൻ്റെ ഉള്ള ഹൈറ്റ് ഉണ്ടോ, എന്മാതിരി ഹൈറ്റ് ഒന്നുണ്ടോ. അടിപൊളി സ്ഥലമാണ്, നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഇറക്കവും, നല്ല ചൂടുമാണ് കേട്ടോ. ചൂടിൻ്റെ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ 16 ഡിഗ്രി ഉള്ളൂ. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ലോകത്തില്ലാത്ത ചൂട് വരും. ഇതാ വെയിൽ വന്ന് ഉദിച്ചു. നമ്മളിപ്പോൾ A22 റോട്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ റോട്ടിൽ ഓവർടേക്ക് ഇല്ല, നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ടെററായിട്ടുള്ള സ്ഥലമായിരുന്നത്. അതുകൊണ്ട് ഇവിടെ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലങ്ങളുണ്ട്. 60 കിലോമീറ്റർ സ്പീഡ് ഉണ്ട്. വലിയ മല ആണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി സ്ഥലമല്ലേ. ഇവിടെ കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 60 കിലോമീറ്റർ സ്പീഡ് വരുന്ന റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ഒരു 10-30 കിലോമീറ്റർ 60 കിലോമീറ്റർ സ്പീഡിലാണ് പോവുക. A22 താഴോട്ടുണ്ടോ വീട് കാര്യങ്ങൾ, അതേപോലെ റോഡ് എല്ലാം ഉണ്ട് താഴെ. SOS നമ്മൾ SOSൻ്റെ ആളാ. കണ്ടാ റോഡ് പോകുന്നുണ്ടോ എങ്ങനെയാന്ന്, പാലമെല്ലാം കണ്ടാ. താഴെ കൂടെ ഒരു ട്രെയിനൊക്കെ വരുന്നുണ്ട്.
ഫുള്ള് ഇവർ റോഡടിച്ച് വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇവിടെ 60 കിലോമീറ്റർ സ്പീഡ് സ്റ്റാർട്ടായി കേട്ടോ. നമ്മൾ 60 കിലോമീറ്റർ സ്പീഡിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് പീക്കായി ഫുള്ള് ഒരുമാതിരി ആകാശത്ത് കൂടെ പോകുന്നില്ലേ റോഡ്. ഇവിടെ നമ്മൾ 60 കിലോമീറ്റർ സ്പീഡ് ആയെങ്കിലും മുമ്പിലത്തെ ബേക്കിലത്തെ വണ്ടി എങ്ങനെ പോകുന്നതനുസരിച്ചിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക കേട്ടോ. ചിലവർ 60 കിലോമീറ്റർ ആക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഒരലമ്പും ഇല്ല, നമ്മൾ അവൻ്റെ ബേക്കിൽ നിൽക്കും. മുമ്പിത്തോൻ ഇച്ചിരി ഒരു മയത്തിൽ പോവുകയാണെങ്കിൽ അത് നോക്കി കണ്ട് നമ്മളും പോവും. ആ നേരെ മുമ്പിൽ കണ്ട ഒരു വീടാ, എന്തോ ഒരിത് ഗൊരവത്തി മാതാമ്മേൻ്റെ ബംഗ്ലാവാന്ന് തോന്നുന്നു. അപ്പുറ സൈഡ് ബ്ലോക്ക് അടിച്ചു കേട്ടോ. അടുത്ത സൈഡ് ബ്ലോക്ക്. ഒരു കാരവൻ വരുന്ന നോക്കി, എന്നാ സൈസാ കാരവൻ. അവരെങ്ങനെ കണ്ണ് കാണുമോ ബേക്കോട്ടുള്ളേ. ഗ്ലാസ് ഉണ്ട്. ടണൽ തുടങ്ങി. അടിപൊളി ടണൽ കയറി. 119 മീറ്റർ ടണൽ കേട്ടോ. ചെറിയ കുഞ്ഞ് ടണൽ. അതായത് അടുത്ത ടണൽ അതുപോലെ അപ്പുറം കണ്ടോ ബ്ലോക്കായി കിടക്കുന്നുണ്ട് മൊത്തം. നമുക്ക് ഇന്നലെയും ഇന്നുമായിട്ട് നൈസ് പരിപാടി കേട്ടോ. ഒരു സ്ഥലത്ത് വണ്ടി കിടക്കാണ്ട് നൈസായിട്ട് സ്കിപ്പായി പോയിക്കൊണ്ടിരിക്കുക. ഒരു ഭാഗ്യമാണ് കേട്ടോ അത്. നമ്മളിങ്ങനെ ആർക്കും വലിയ ശല്യമില്ലാണ്ട് ഇങ്ങനെ പോക്കന്നെ. ഇന്നലെ നമ്മൾ 9 നമ്പർ റോട്ടിൽ കയറി ഓടിയിട്ട് നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കയറി. 787 അങ്ങനെ എന്തോ കിലോമീറ്റർ ഓടിയുന്നില്ല. നല്ല ഓട്ടോ. ഇതുണ്ടോ ബ്ലോക്കായി കിടക്കുന്നുണ്ടോ ഓപ്പോസിറ്റ് സൈഡ്. അടിപൊളിയായിട്ട് നല്ല മാനസികമാകും കേട്ടോ ഇതുപോലെ കിടക്കണ്ട വന്നു കഴിഞ്ഞാൽ. എത്ര ദൂരം നിൽക്കുന്ന കഴിയൂല കേട്ടോ. ഇത് കുറേ ഉണ്ടാവും. ഈ വാളടിച്ചിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പുറ സൈഡിൽ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വാളടിച്ചിട്ടിരിക്കുന്നത്. നമുക്ക് 2.5 മണിക്കൂറോടെ ഓടാം. എവിടെയും കുറച്ച് ഓടിക്കാനായിട്ട് നമ്മൾ വണ്ടി സൈഡാക്കും. എന്നിട്ട് നമ്മൾ ചോറിടും കേട്ടോ. ചോറിട്ടിട്ട് നേരത്തെ കഴിക്കും. വണ്ടീൻ്റെ ഡ്രൈവിംഗ് ടൈം പോലെ ആയിരിക്കും നമ്മൾ ഫുഡ് അടി കേട്ടോ. അല്ലാണ്ട് കറക്റ്റ് സമയത്തൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ സമയം 9:05 ആയതേ ഉള്ളൂ. കണ്ട സ്പീഡ് മെൻഷൻ ചെയ്യാൻ തുടങ്ങി. 7.5 ടൺ 60 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ്. ഇവിടെ ബ്ലോക്ക് കഴിഞ്ഞ കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ട്. കിടില സ്ഥലമല്ലേ. A22 ആണ്. A22 മനസ്സിലാവണമെങ്കിൽ ഈ 2 സ്ഥലവും ഈ തുരുമ്പ് പിടിച്ച വേലി ശ്രദ്ധിച്ചാൽ മതി. അതാണ് A22. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അടുത്തൊരു ചെറിയൊരു ടണലിലേക്ക് കയറുക. ഇതുണ്ട് അതൊരു കാടാണ് കേട്ടോ. ആ കാടിൻ്റെ ആ മലേനെ അങ്ങനെ നിലനിർത്തി ചെയ്തിരിക്കുന്ന പരിപാടികളാണ്. ഇതൊക്കെ ചെറിയ ടണലാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെയാണ് ചിലപ്പോൾ ഈ കൊന്നിടിച്ച് റോഡുണ്ടാക്കുമായിരിക്കും, അറിയില്ല. എന്താ ബ്യൂട്ടി നോക്കി ഇറ്റലി. എന്താ പീക്ക് സ്ഥലം. അങ്ങനെയുണ്ട്. മലനിരകൾ കണ്ട എന്നാ വലിയ മലയാന്ന് കണ്ട നിൽക്കുന്നത്. ഓങ്ങിയ സ്ഥലമാണ്. അതുകൊണ്ട് ഫുള്ള് റോഡുകളാണ്. അതാണ് രസം. അതുകൊണ്ട് അപ്പുറേ കണ്ട നേരെ താഴെ കണ്ട ഒരു ടണലടിച്ചിട്ടിരിക്കുന്നത്. അതിന് കണക്കായിട്ട് ഇപ്പുറത്ത് കൂടെ നമ്മൾ പോകുന്നു. ഇത് ഫുള്ള് പാലമാണ് കേട്ടോ. ഈ റോഡ് ഫുള്ള് പാലം വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കല്ലാണ് കേട്ടോ മേലെ. കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പടി. പാറക്കെട്ട് അങ്ങനെ ഉണ്ട് സ്ഥലം. കിണ്ടില് സ്ഥലമല്ലേ. ഇറ്റലി മലേൻ്റെ മണ്ടയിൽ പോയി കഴിഞ്ഞാൽ ഫുള്ള് ടണലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഇറ്റലിക്കാരെ സമ്മതിക്കണം. മുന്നോട്ട് കണ്ടോ, താഴെ കണ്ടോ, താഴെ കൂടെ ഒക്കെ റോഡ് പോകുന്നുണ്ട്. ടണലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ അടിപൊളിയാണ്. ഒരു രക്ഷയില്ല.
അടിച്ചുപൊളി സ്ഥലം. Insta360 വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊളിക്കാം കേട്ടോ, പൊളിച്ച് വീഡിയോ എടുക്കാം. അതേപോലത്തെ സാധനം വന്ന് അവിടെ സെറ്റാക്കി വെക്കും ഞാൻ, പിന്നെ ഒരു പണിയില്ല. ഈ ഗോപ്രോ കൊണ്ടുപോയിട്ട് ബേക്കിലും സെറ്റാക്കും. പിന്നെ ചെസ് മൗണ്ട് വെച്ചിട്ട് അതിൻ്റെ ഫോണിൻ്റെ ചെസ് മൗണ്ട് സെറ്റാക്കുന്ന സാധനം മേടിക്കണം, പിന്നെ അതുമായി. അപ്പം 3 ക്യാമറ ഫുള്ള് സെറ്റാകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. വേണമെങ്കിൽ ഇനി ക്യാമറ നമുക്ക് വേണമെങ്കിൽ മേടിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് സാമ്പത്തിക കുറച്ച് ബാധ്യതയുണ്ട്, അതുകൊണ്ട് തൽക്കാലത്തേക്കില്ല. നല്ല പൈസ വന്നു കേട്ടോ. ഇത് നമ്മൾ 1,00,000 ഒക്കെ മേലെ പോയി. 2,500, 3,000, 3,600, 7,000 സ്ലോട്ടി അങ്ങ് ഉണ്ടായി മൊത്തം. രാശെണ്ണം വിളിക്കുന്നുണ്ട്, എന്താ നോക്കട്ടെ. അങ്ങനെയുണ്ട്, കീട്ടിലെ സ്ഥലമല്ലേ. താഴെ കൂടെ ഒക്കെ ഉണ്ടോ റോഡ് പോകുന്നത്? താഴെയൊക്കെ വീടുകളുണ്ട് കേട്ടോ, ഇഷ്ടംപടി വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലങ്ങൾ കണ്ടോ. പാലം കണ്ടോ മുമ്പിലത്തെ? എന്നാ പാലം. ആ 60ൻ്റെ സ്പീഡ് ഏകദേശം ഇപ്പോൾ നമ്മൾ കഴിയാനായി കേട്ടോ. A22 ഉള്ള ഇതിൻ്റെ സൈഡിലത്തെ ഇതിൻ്റെ സേഫ്റ്റീൻ്റെ കളറൊക്കെ ചേഞ്ചായി. ഇവിടെ ഡിസൈനൊക്കെ ഒന്ന് തന്നെ, എന്നാലും ഇവിടെ ചേഞ്ചായി കേട്ടോ. ബാക്കി മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ പഴയ സംഭവം കളർ തന്നെയാണ്, തുരുമ്പൻ കളർ. ഏകദേശം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ നോക്കി നോക്കുന്ന ഓരോ സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഒരു ഫെർക്യാമിൻ്റെ ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് ഈ 60 കിലോമീറ്റർ സ്പീഡ് കഴിയുന്നത്. ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പള്ളിയുണ്ട് ഇടത് സൈഡിൽ, ഒരു പഴയൊരു പള്ളി. അവിടെയാണ് സ്പീഡ് തുടങ്ങുന്നത്, 60 കിലോമീറ്റർ സ്പീഡ്. ഈ ഇറങ്ങുന്ന സ്ഥലങ്ങൾ നല്ല സ്റ്റൈല സ്ഥലമാണ്, കാണാൻ മാത്രം ഉണ്ടത്. കണ്ടാലും മതി വരില്ല അത്രയ്ക്ക്. ശരിക്കും ഫുള്ള് ഒരു മൗണ്ടൻസിൻ്റെ കളിയാണ് കേട്ടോ ഇവിടെ ഈ വന്നിറങ്ങിയ സ്ഥലം. ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇടതുവശത്ത് ഇൻഡസ്ട്രിയൽ ഏരിയ, വലതുവശത്ത് പുഴ. നമ്മുടെ ഏകദേശം സ്പീഡ് ലിമിറ്റ് കഴിയേണ്ട സ്ഥലമായി. പക്ഷെ ഓവർടേക്കിംഗ് ഇല്ല കേട്ടോ. ഓവർടേക്കിംഗ് ഒരു കാരണവശാലും ഇവിടെ ചെയ്യാൻ പാടില്ല. ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കണ്ടോ അവിടെ കണ്ടോ, 0 to 24 7.5 ടൺ മുതൽ 0 to 24 ആണ്. 24 മണിക്കൂർ ഓവർടേക്കിംഗ് ഇല്ല. ഇതാ ഇവിടെ വന്നത് കളർ ചേഞ്ച് ചെയ്യണ്ട, സൈഡ് വേലിൻ്റെ ഒക്കെ. അതാണ് A22 ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഈ ഒറ്റ സാധനം നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. ഇതാ സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞേട്ടാ. അപ്പം നമ്മൾ ചില സമയങ്ങളിൽ നമ്മളത് ശരിക്കും ബോർഡ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സാധനം ഒന്ന് ഈ ഇടതുവശത്തെ ഈ ബ്ലൂ കളർ ബിൽഡിങ്, ഈ കളർ ഈ ബിൽഡിങ്, വലതുവശത്ത് നോക്കി കഴിയുമ്പോൾ ഫെർക്യാം, ഈ ആടാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിക്കൊള്ളാം സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞു. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഇപ്പറേ വരുമ്പോൾ ഈ ഗ്രീൻ പച്ച കളറ് ബിൽഡിങ്ങോട് നോക്കിക്കോളാം. അത്ര നേരത്തേക്ക് ഏതെങ്കിലും ഒന്നിൽ നമുക്ക് മനസ്സിലാവും. വണ്ടി ഓടി കയറുന്നില്ല. അത്യാവശ്യം നല്ല നല്ല ചവിട്ടുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചോറിടാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ വണ്ടി സൈഡാക്കാനുള്ള പരിപാടിയാണ്. അടുത്ത ഏതെങ്കിലും ഒരു SOS നോക്കിയിട്ട് അവിടെ നമ്മൾ വണ്ടി സൈഡാക്കി ചോറ് ഇടണം. 9 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഇപ്പോൾ പോകുന്നത്. അപ്പോൾ പോരാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടി കയറില്ല. 907 കിലോമീറ്റർ ഉണ്ട് ഇനി ഓടാൻ വേണ്ടി കേട്ടോ. നമ്മളിപ്പോൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. ഇതാണ് SOS. ഇത് കാണുന്ന മൊത്തം ആപ്പിളിൻ്റെ കൃഷിയാണ്. എത്രയാണെന്ന് നോക്കിയാൽ ആപ്പിൾ ഇരിക്കുന്നത്, ആപ്പിൾ കൃഷിയാണ് കേട്ടോ. ഇതെല്ലാം ഫുള്ള് വലയൊക്കെ ഇട്ട് മൂടി അടിപൊളിയാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സാധനം ഇറങ്ങാത്ത രീതിയിലാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സംഭവം അടിപൊളി, ഫുൾ സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ വരാൻ പറ്റും. നമുക്ക് അടിപൊളിയായിട്ട് കാണാനുള്ള യോഗമുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അടിപൊളിയല്ലേ, ഫുൾ ആപ്പിൾ കൃഷി.
ഇതാണ് നമ്മുടെ പാർക്കിംഗ് AC എന്ന് പറയുന്ന സംഭവം. ഇതാണെങ്കിൽ ഇവരുടെ കൃഷി രീതിയും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം കേട്ടോ. അതിന് മാത്രം ഉണ്ട് ഇവർക്ക് പരിപാടികൾ മൊത്തം. ഫുള്ള് മറച്ച് ഒക്കെ ഇത് നമുക്ക് അങ്ങോട്ട് കിടക്കാനോ കാര്യങ്ങളൊന്നും പറ്റൂല. ഇവിടെ ഒരു ഇത്, അപ്പുറത്തൊരിത്, അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് വേറെ ഒരു ഇത്. ക്രോസ് ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ ചിലപ്പോൾ പറിച്ച് തിന്നൂലേ. അടിയിൽ കൂടെ കയറി പോവാം ആൾക്കാർക്ക്. പക്ഷെ ഒരു പക്ഷി വന്നിട്ട് മേലെ കൂടെ ഒക്കെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. അതിനുള്ളിൽ കയറിയിട്ട് ആ ആപ്പിളൊന്നും കൊത്തിപ്പറിച്ച് തിന്നാനൊന്നും പറ്റൂല കേട്ടോ. അതാണ് സംഭവം ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതുണ്ട്, ഇതിൻ്റെ അടിയിൽ കൂടെ കയറിപ്പോവാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് അടിച്ചാൽ കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് 15 മിനിറ്റ് റെസ്റ്റ് അടിച്ചാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിടാണ്ടായിരുന്നു. 15 മിനിറ്റ് റെസ്റ്റ് അടിക്കുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് പോയി കഴിഞ്ഞാൽ 30 മിനിറ്റ് റെസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വണ്ടി ഓടിപ്പോകാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ 15 മിനിറ്റ് റെസ്റ്റ് അടിച്ചിരിക്കുന്നത്. കാരണം ഈ കൃഷി രീതി നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊള്ളാം. അതിനടിയിൽ കൂടെ നമുക്ക് കയറിപ്പോവാം. ഫുള്ള് വല മൊത്തം അപ്പുറം ഇപ്പുറം എല്ലാം വലയിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. പോകാനുള്ള പരിപാടി നോക്കാം. അടക്കട്ടെ. അപ്പം നമ്മൾ പോകാനുള്ള പരിപാടിയായി. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. 15 മിനിറ്റ് ആവാനായി. 10 മിനിറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 10 മിനിറ്റ് ആയുള്ളൂ. അപ്പം 5 മിനിറ്റ് കൂടെ ഉണ്ട്. 5 മിനിറ്റ് കൂടി ഒന്ന് റെസ്റ്റ് അടിക്കുക. ചോറിട്ടു. ഇറ്റലി A22 കാഴ്ചകൾ എങ്ങനെയുണ്ട്? ഗ്ലാസ് തുറന്നിട്ടിരിക്കുന്ന കേട്ടോ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഗ്ലാസ് തുറന്നിട്ടിരിക്കുക. മലനിരകളാണ് കേട്ടോ. മൊത്തം ചുറ്റോട് ചുറ്റും മലനിരകളാണ്. നമ്മുടെ ചോറ് റെഡി ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ആ സ്മെല്ല് എന്ന് പറഞ്ഞ സംഭവം എല്ലായിടത്തും കയറി പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഗ്ലാസ് തുറന്നിട്ടിരിക്കുന്നത് കേട്ടോ. മുമ്പിലെ വണ്ടി കുറച്ച് സ്പീഡ് കുറവായിരുന്നു, അതുകൊണ്ട് നമ്മൾ 85-ൽ പോയിട്ടില്ലായിരുന്നു. 81 ഇപ്പോൾ 85 പക്ഷെ ഇവിടെ ഉടായിപ്പായിരുന്നു കേട്ടോ. ബ്ലോക്കിൻ്റെ സിഗ്നൽ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പക്ഷേ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. ഗൂഗിൾ മാപ്പിലും ഇല്ല, ഒന്നുമില്ല. കുറേ ആയി കാണിക്കുന്നു. ഇന്ന് വലിയ ഓട്ടം ഒന്നും ഓടി കയറിയിട്ടില്ല വണ്ടി. അത്യാവശ്യം മിന്നിച്ച് പോകുന്നു മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന മലേൻ്റെ മണ്ട എല്ലാം വീടാണ്. ഈ സൈഡ് കണ്ടോ, അതെല്ലാം വീടാണ് കേട്ടോ. പുറത്ത് കണ്ടോ, നല്ല വെളുത്ത മല. പറപ്പിക്കൽ തന്നെ A22 ഡബിൾ ലൈനാണ്. അധികം 2-3 ലൈനൊന്നുമില്ല, ഡബിൾ ലൈൻ കേട്ടോ. ഒരു കുഞ്ഞ് ട്രാക്ടർ വരുന്ന നോക്കി. കൊള്ളാലോ, നല്ല ചൂട്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും തന്നെ 27 ഡിഗ്രി ചൂടായി. കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും 30-39 ഡിഗ്രിയിലേക്ക് എത്തും. കൊടും ചൂടല്ല, കൊള്ളച്ചൂടിലേക്ക് എത്തും കേട്ടോ, ഉറപ്പായിട്ടും. കണ്ടോ താഴെ കണ്ടോ കൃഷിസ്ഥലം കണ്ടോ? എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഒരു വൈ പോലുള്ള ഒരു കമ്പിയാണ് അതിൻ്റെ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതിന് ചുറ്റുമാണ് ഇവർ എന്തോ പടർത്തി പിടിപ്പിച്ചിരിക്കുക. ക്രിസ്മസ് ട്രീ അങ്ങനത്തെ സൈസ് ഒരു മരം. ഒരുത്തം വന്ന് കയറുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ അവനെ കയറ്റി വിടുക. നമ്മൾ ചവിട്ടിയാലും അവനെ കയറ്റുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ശരി.